എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ പറയാം, ഇന്നത്തേത് കൊടുങ്ങല്ലൂരല്ലാത്ത ആളുകൾക്ക് വലിയ ഉപകാരം ഉണ്ടാവും തോന്നുന്നില്ല. കൊടുങ്ങല്ലൂർ വരാത്ത കൊടുങ്ങല്ലൂർക്കാരില്ലേ, ഇപ്പോൾ ഈ പ്രവാസികൾ ജോലിയായിട്ട് പോയവരൊക്കെ, അവർക്കൊക്കെ ഒരു പക്ഷേ ഒരു നെസ്റ്റ് അടിക്കുന്നൊരു വീഡിയോ ആണ്. കൊടുങ്ങല്ലൂർ നമ്മുടെ ബൈപ്പാസ് കോട്ടപ്പുറം നമ്മുടെ പാലില്ലേ, ആ പാലിറങ്ങിയിട്ട് ചന്തപ്പുര വരെയുള്ള യാത്രയാണിത്. അപ്പോൾ ഞാൻ ഒരു യാത്രയിൽ ഷൂട്ട് ചെയ്തതാണിത്. അപ്പോൾ നമ്മുടെ NH17 ഇപ്പോഴത്തെ NH66 അതിലൂടെയുള്ള യാത്രയാണ്. പണ്ട് ഒരുപാട് നമ്മൾ നിയമങ്ങളൊക്കെ നോക്കി പോകേണ്ടിരുന്ന റോഡ് ഇപ്പോൾ വലിയ നിയമം ബാധകമൊന്നുമില്ല, അങ്ങോട്ടൊക്കെ തിരിച്ച് വിടുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കോട്ടപ്പുറം സിഗ്നലാട്ടോ. ഈ കോട്ടപ്പുറം സിഗ്നൽ ആ പോണ ബസ് എറണാകുളം ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കോട്ടപ്പുറം സിഗ്നലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഹൈവേ മൊത്തം ഏകദേശം പണി നടക്കുകയാണ്. സർവീസ് റോഡ് ഇപ്പോൾ അവർ ക്ലിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യലി ഞാൻ പറയുന്നു, ഇത് കൊടുങ്ങല്ലൂരുകാർക്കുള്ള മാത്രമേ മനസ്സിലാവത്തുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിപ്പോൾ TKS ടയർ കടറൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കൈരളി ബാറിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. കൈരളി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പാവമ്പവൻ രാജകുമാരൻ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ സ്പീഡ് ഇത്തിരി കുറച്ചെടുത്ത് ഒരുപാട് ടൈം ആവുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് സ്പീഡ് നോർമൽ സ്പീഡിലിട്ട് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഇടത് വശം കണ്ടാണ് കൈരളി ബാർ. ഇതാണ് നമ്മുടെ TKS പുരം സെൻറ്റർ. അപ്പോൾ ഞാൻ ചെറിയൊരു ഓട്ടം പോയപ്പോഴാട്ടോ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിരുന്നു ആനാപ്പുഴയിലോട്ടൊരു ബസ് യാത്ര എന്നും പറഞ്ഞു. അതേപോലെ ഇത് റോഡ് വിഷ്വൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ചരിത്രപരമായിട്ടുള്ള യാതൊരു വിവരണവും ഇതിൻ്റെ അകത്തില്ല. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കീഴ്ത്തളി സെൻറ്ററിലോട്ടാണ്. കീഴ്ത്തളി എന്ന് പറഞ്ഞാൽ കീഴ്ത്തളി ശിവക്ഷേത്രമൊക്കെ ഉള്ള സെൻറ്ററാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ടാകും. ഞാൻ ഒന്ന് സ്പെഷ്യലി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പോൾ നമ്മൾ കീഴ്ത്തളി സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലം കൊടുങ്ങല്ലൂർ കാണാതിരുന്നിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ഇൻട്രസ്റ്റ് അടിക്കുന്നൊരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഒന്നും അധികം ചേഞ്ച് വന്നിട്ടുള്ള കൂടെ നമ്മുടെ ഹൈവേയിൽ ബൈപ്പാസിൻ്റെ പണി നടക്കുകയാണ്. സർവീസ് റോഡൊക്കെ അവർ ക്ലിയർ ആക്കി ഏകദേശം തന്നിട്ടുണ്ട്. എന്നാലും കാര്യം കണക്കാണ്. എന്താ പറയുക, നമ്മുടെ ആൾക്കാർ ഇപ്പോഴും സൈഡിൽ നിന്നൊക്കെ പണ്ടത്തെ തൊട്ട് തന്നെ കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും വന്ന് കയറുന്നത് മിസൈൽ വേഗതയിലാണ് വന്ന് കയറുന്നത്. എന്താ പറയുക, നമ്മൾ നേരെ പോകുന്ന സമയത്ത് എത്ര ശ്രദ്ധിച്ചാലും ഇപ്പോൾ നമ്മൾ നിർത്തിയെടുത്താൽ പോലും നേരെ കൊണ്ടുവന്ന് കയറുന്ന മട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിനെ നമ്മുടെ ആൾക്കാർ കുറ്റം പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പുതിയ ഷോറൂമൊക്കെ വന്നു കേട്ടോ. കാലിപ്പറമ്പിൽ നല്ല ഷോറൂമൊക്കെ വന്നിട്ടുണ്ട് സുസുക്കിയുടെ. ഇനി നമ്മൾ നേരെ ചെല്ലുന്ന S വളവില്ലേ, തിരുവഞ്ചിക്കുളം അമ്പലം കഴിഞ്ഞിട്ടുള്ള S വളവ്, ആ S വളവിലോട്ടാണ് നമ്മൾ ചേരവാമ്പള്ളിയിലോട്ടൊക്കെ പോകുന്ന S വളവിലോട്ടാണ് ഇപ്പോൾ ഈ പോകുന്നത്. ഗുരുവായൂർ എറണാകുളം ബസ്സാട്ടോ. ഇതാണ് S വളവ്. പണ്ട് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള വളവാണ്. പിന്നെ ഹൈവേ പണിയൊക്കെ കഴിഞ്ഞോടുകൂടിയാണ് ഇവിടുത്തെ അപകടം കുറഞ്ഞ് ആ അപകടം കുറച്ച് ഹൈവേയിലോട്ട് മാറിയത്. അപ്പോൾ ഇതൊരു ആക്ഷൻ ക്യാമറ ഒന്നല്ലാത്തതിൽ very ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. വീഡിയോ സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയൊക്കെ നോക്കി എടുത്തതാണ്, പക്ഷേ വലിയൊരു കാര്യമില്ല. പിന്നെ വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയുടെ മുന്നിലാണ്. ഓട്ടോറിക്ഷയുടെ മുന്നിൽ ഞാൻ സ്റ്റാൻഡൊക്കെ അടിച്ച് വെച്ചതാണ് ക്യാമറ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ചേരാമ്പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ചേരാമ്പള്ളിയുടെ ഫ്രണ്ടിലെത്തി. പക്ഷേ അതിനോടൊക്കെ ഒരു അബദ്ധം പറ്റിപ്പോയി. വീഡിയോ പോസാക്കിയത് വീഡിയോ കട്ടായിപ്പോയി കംപ്ലീറ്റ്. രണ്ടാമത് നമ്മൾ ശില്പി തിയേറ്ററിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ, ഇപ്പോൾ ശില്പി തിയേറ്ററൊക്കെ മാറി കേട്ടോ. അവിടെയാണ് പുതിയ കോടതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പണ്ടത്തെ ശില്പി തിയേറ്ററിൽ നിന്ന ഭാഗത്തിൻ്റെ എന്താ പറയുക, പണ്ട് അതിലേ പോകുമ്പോൾ ഒരു ഒളിയും മറയൊക്കെ വെച്ചിട്ടല്ലേ പോയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇപ്പോൾ അവിടെ കോടതിയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ശൃംഗപുരം നമ്മളൊരു ചെറിയൊരു അമ്പലമില്ല റോഡ് സൈഡിൽ, ആ അമ്പലത്തിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്നത് ശൃംഗപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. കൊടുങ്ങല്ലൂർ അമ്പലങ്ങൾക്ക് പഞ്ഞമില്ല. അത് കൊടുങ്ങല്ലൂരല്ലാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കൊടുങ്ങല്ലൂർ ഓരോ ബസ് സ്റ്റോപ്പിലും ഓരോ അമ്പലം വീതമുണ്ടാവും. ചാവക്കാട് മുസ്ലിം പള്ളി ഉള്ളതുപോലെയാണ് കൊടുങ്ങല്ലൂർ അമ്പലങ്ങളുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഇടതുവശത്ത് ഇപ്പോൾ കാണുന്നത് ശൃംഗപുരം മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, അതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നിൽ ബാങ്കിൻ്റെ വണ്ടി പട്ടതിൻ്റെ പേര് ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ശൃംഗപുരം സെൻറ്ററാണ്, നമുക്ക് ബോയ്സ് സ്കൂളിലേക്കൊക്കെ പോകുന്ന റൂട്ട്. അപ്പോൾ ഇത് നേരെ ചെല്ലുന്നത് ഇപ്പോൾ പണ്ടത്തെ എക്സൈസ് ഓഫീസിന് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് വരുന്നു. അതിപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. കീഴ്ത്തളിയിൽ ആക്കിയിട്ടുണ്ട്. അത് കീഴ്ത്തളി മിനി സിവിൽ സ്റ്റേഷനിൽ മാറ്റിയിട്ടുണ്ട് എക്സൈസ് ഓഫീസും കാര്യങ്ങളൊക്കെ.
ഇത് നമ്മുടെ കമൽ ഏജൻസീസൊക്കെ ഇല്ലേ, പണ്ടത്തെ അല്ല, പുതിയ കമൽ ഏജൻസീസ്, അതാണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പണ്ടത്തെ SN തിയേറ്റർ, പിന്നീട് അശോക, പിന്നീട് ലക്ഷ്മിയൊക്കെ ആയില്ലേ, ആ തിയേറ്ററൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് തെക്കേ നടയിലേക്കാണ്. തെക്കേ നട ഈ ഒരു കൊങ്ങിണി അമ്പലത്തിൻ്റെ ലൊക്കേഷൻ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കൊങ്ങിണി അമ്പലമാണ്. ഇതാണ് കൊങ്ങിണി അമ്പലം. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ, ഇത് ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ, എൻ്റെ ട്രോളാനൊന്നും വരരുത്. ഇത് കൊടുങ്ങല്ലൂർ കുറേ കാലമായിട്ട് കാണാതിരുന്ന കൊടുങ്ങല്ലൂരുകാർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ കൊങ്ങിണി അമ്പലം കഴിഞ്ഞു. അടുത്തത് മറ്റേ കുരുമ്പാമ്മയുടെ നടയാണ്. ഈ ഒരു ആല് കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ, ഇടത് ഭാഗത്ത് ആലായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, അടുത്ത സ്റ്റോപ്പിലും അമ്പലം തന്നെയാണ്. കൊടുങ്ങല്ലൂർ എവിടെ നോക്കിയാലും നിങ്ങൾ സ്റ്റോപ്പ് ബൈ സ്റ്റോപ്പ് അമ്പലമാണ്. ഇപ്പോൾ കോട്ടപ്പുറം പാലം കഴിഞ്ഞ് ഇറങ്ങി നെടിയതളി, ആല, എസംബരം വരെ നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റോപ്പിലും ഓരോ അമ്പലം വീതം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ നേരെ ചെന്ന് കയറുന്നത് കൊടുങ്ങല്ലൂർ അമ്പലമാണ്. കൊടുങ്ങല്ലൂർ എന്ത് കാര്യത്തിന് ഇപ്പോൾ നമ്മൾ വന്നാലും ഏത് റോട്ടിലോട്ട് കിടക്കണമെങ്കിലും ഈ ഒരു അമ്പലം ചുറ്റിയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വടക്കേ നട, കിഴക്കേ നട, പടിഞ്ഞാറേ നട, തെക്കേ നട. നമ്മളിപ്പോൾ തെക്കേ നടയിൽ നിന്ന് നേരെ ചെന്ന് അമ്പലത്തിൻ്റെ ഈ തെക്കേ നടയിലൂടെയാണ് കയറുന്നത്. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ വടക്കേ നടയാണെന്ന് തോന്നുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന എൻട്രൻസ്. എന്നിരുന്നാൽ കൂടി ഭരണിക്കാർ കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൻ ഈ ഒരു ഇതിൽ കൂടിയാണ് കയറാറ്. അവർ നേരെ വടക്കേ നടയിലൂടെ വണ്ടി കൊണ്ടുവന്ന് വളച്ച് തെക്കേ നടയിലൂടെ കയറ്റും. അപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ എൻട്രൻസ്, തെക്കേ നട എന്ന് പറയുന്ന എൻട്രൻസ്. ഇനി നമ്മൾ ഈ അമ്പലം ചുറ്റി നേരെ പോകുന്നത് പടിഞ്ഞാറേ നടയിലേക്കാണ്. ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പാണ്. ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്തി ആളെ കയറ്റുന്ന സ്ഥലം. അതൊന്ന് മാന്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഫ്രീ ആയിട്ട് പോകാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ശോഭ പോളിഗണ്ണാണ്. ശോഭ പോളിഗൺ, എഡിസൺ ഒക്കെ ഇല്ല നമ്മുടെ, അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊരുപാട് കാലം ഇപ്പോൾ ചെറിയൊരു ഓട്ടം കിട്ടി, അപ്പോൾ നൈസായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ആളെ കയറ്റി വരെ ചേച്ചി കണ്ണു കുറിപ്പിച്ച് നോക്കുന്നുണ്ടായി ഈ ചെക്കൻ എന്തിട്ടൊന്ന് ചെയ്യണം എന്നുള്ള മട്ടിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ക്രാഫ്റ്റിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ക്രാഫ്റ്റിലോട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. നമ്മുടെ പണ്ടത്തെ ഓക്കെ ഹാൾ ഉണ്ടായിരുന്നതാണ്. ഓക്കെ ഹാളൊക്കെ തന്നെ, പക്ഷേ പണിത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ലലിൻ മന്ദിരമാണ്. നമ്മുടെ CPIയുടെ പാർട്ടി ഓഫീസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെനിൻ മന്ദിരം. കൊടുങ്ങല്ലൂരല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് കേട്ടോ ഈ ഡീപ്പായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഞാൻ ചെയ്ത കൊടുങ്ങല്ലൂർ സംബന്ധിയായിട്ടുള്ള വീഡിയോകൾ മാക്സിമം ഞാൻ കൊടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ഇതായാലും കൊടുക്കാം കേട്ടോ, അപ്പോൾ ആർക്കായാലും എടുത്ത് കാണാമല്ലോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പടിഞ്ഞാറേ നട എത്തിയിട്ടുണ്ട്. അപ്പോൾ പടിഞ്ഞാറേ നടയിലെ നമ്മുടെ മെയിൻ ലൊക്കേഷനായ പളനി കൂൾ ബാർ, അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ നേരെ കാണുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഒരു 5 വർഷം, ഒരു 6 വർഷം മുമ്പൊക്കെ കൊടുങ്ങല്ലൂർ കണ്ടവർക്ക് ഇപ്പോൾ കണ്ടാലൊന്നും പെട്ടെന്ന് തിരിച്ചറിയില്ല. കൊടുങ്ങല്ലൂർ ആകെ മാറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നേരെ കാണുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഒരു എന്താ പറയുക, നല്ല വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഉള്ളൊക്കെ കണക്കൊക്കെ തന്നെ. കാരണം അവരെ പറയുന്നതല്ല കേട്ടോ, അവരെ പറയുന്നതല്ല, നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. നമ്മളധികം അങ്ങോട്ട് നോക്കുന്നില്ല. ഇനി നേരെ കാണുന്നത് കോടതിയാണ്. നമ്മളെ കോടതി പരിസരത്ത് ഇതൊക്കെ മാറും കേട്ടോ, ഇങ്ങോട്ടേക്ക് മാറും. ഇതിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് സിവിൽ സ്റ്റേഷനാണ്. സിവിൽ സ്റ്റേഷനൊക്കെ വേറെ ലെവലായിട്ടോ. ഇപ്പോൾ നമ്മുടെ വടക്കേ നടയിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാരുടെ വടക്കേ നട. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് സീമാസ് ഇപ്പോൾ സ്വയംവര ആണ്. ലൊക്കേഷനായി കഴിഞ്ഞു, അതൊക്കെ ലൊക്കേഷനായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടത് വശത്ത് നമ്മുടെ പണ്ടത്തെ വില്ലേജ് ഓഫീസൊക്കെ ഇപ്പോൾ അങ്ങോട്ട് മാറിയിട്ടോ, സിവിൽ സ്റ്റേഷനിലോട്ട് മാറിയിട്ടുണ്ടാവും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി പോകുമ്പോൾ അത് നോക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ പറഞ്ഞെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്ന് പോയി നോക്കണം ഇനി ഒന്ന്. ഇപ്പോൾ വലതുവശത്ത് മുഗൾ മാൾ, നമ്മുടെ പണ്ടത്തെ മുഗൾ തിയേറ്റർ, അതൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവുക. കാരണം ഏകദേശം ഒരു 7 വർഷം മുമ്പ് മുഗൾ മാൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇടതുവശത്ത് മലബാർ ഗോൾഡ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. റൈറ്റ് സൈഡിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ ആലെന്നൊക്കെ പറയാറുള്ളത്. ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിംഗ് ആണ്. അവിടെ കുറേ ചെരുപ്പുകടയും മരുന്നുകടയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ മുന്നിലൊരു കാറ് വന്ന് പെട്ടുപോയി, അതിൻ്റെ പേരിൽ സ്പീഡൊന്ന് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
ഇതാണ് ഇനി കാഴ്ച വരുന്നത്. കൊടുങ്ങല്ലൂർ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു നല്ല കാഴ്ച തന്നെയായിരിക്കും. നമ്മളൊരു എന്താ പറയുക, വേറെ നാട്ടിൽ പോയിട്ടാണ് മേലെ കൂടി ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട് നമ്മുടെ മേലെ കൂടി. അപ്പോൾ ഇനി കൊടുങ്ങല്ലൂർ കയറേണ്ടവർ മാത്രമേ കൊടുങ്ങല്ലൂർ കയറേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ തിരുവനന്തപുരം കോഴിക്കോട് പോണവർക്കൊക്കെ ഒന്നും വെറുതെ കൊടുങ്ങല്ലൂർ കയറേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പോക്ക് മേലെ കൂടി പറന്നു പോകാവുന്നതേ ഉള്ളൂ. MAT ഹോസ്പിറ്റലാണ് നേരെ കാണുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്ന ക്രാഫ്റ്റിലോട്ടാണ് കേട്ടോ. ഒരു ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു ഓട്ടം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ തെക്കേ നടയിൽ നിന്ന് നമുക്കൊരു ചെറിയ ഓട്ടം കിട്ടി. തെക്കേ നടയിൽ നിന്ന് ഓട്ടം കിട്ടിയതിന് പേരിൽ ഇതൊന്നും നോക്കിയില്ല, മീറ്ററൊന്നും നോക്കിയില്ല. ചേച്ചിയുടെ നിന്ന് 30 രൂപ ഓട്ടം തന്നെ ഉള്ളൂ. 30 രൂപ നമ്മൾ മേടിച്ചു. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മെസ്ബാനാണ്, ഹോട്ടൽ മെസ്ബാൻ. നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ആദ്യകാലത്തെ ഹോട്ടലിലൊന്നാണ് ഹോട്ടൽ മെസ്ബാൻ കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ പണ്ടത്തെ KJ ഹോസ്പിറ്റൽ, പിന്നെ മോഡേൺ അനക്സായി വീണ്ടും നമ്മളത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ അഷ്റഫ് ഡോക്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ സ്പെഷ്യൽ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റാനായിട്ട്. നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് എബ്രഹാമോസ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം കേട്ടോ. ആ ഹോസ്പിറ്റലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റിലാണ്. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് സീനിൽ ആക്സിഡൻറ്റിലൊക്കെ വന്ന ആളെ കൊണ്ടുവന്ന ആംബുലൻസ് ഇറക്കുന്നത് ഈ ലൊക്കേഷനിലാണ് ഇറക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കാറുണ്ടെന്നാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫ് തന്നെ പറയണത്. അപ്പോൾ പുറത്തു വന്ന സിനിമകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാവാത്തതായിരിക്കും. അങ്ങനെ ഓട്ടം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ട്രാവൽ വീഡിയോ ഒന്നല്ല കേട്ടോ. ഇത് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു വിഷ്വൽ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് സൂക്ഷിച്ചതാണ്. ഇതൊക്കെ ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അപാരം നൊസ്റ്റമാണത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വീഡിയോസും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആൾക്കാർ കാണണമെങ്കിൽ നമുക്ക് പബ്ലിക് ആക്കാം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് വീഡിയോ ആക്കി തന്നെ വെക്കാം. അതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴും ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് 2009 അത് ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ വീഡിയോ ഒക്കെ മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് മറ്റേ റൂട്ട് ചെയ്യാന്ന് പറയില്ലേ, എന്നിട്ട് റൂട്ട് കനാലിൻ്റെ വീഡിയോ ഞാൻ അയച്ചു. നേരെ കാണുന്നത് ഞങ്ങളുടെ ടൗൺ ഹാളാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളാണ് നേരെ കാണുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഡീസൽ അടിക്കണം. അപ്പോൾ ഡീസലിന് പമ്പിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ എല്ലാത്ത കൊടുങ്ങല്ലൂർക്കാർക്ക് നെസ്റ്റ് അടിക്കാനും കൊടുങ്ങല്ലൂരിനെ അറിയാത്ത ആൾക്കാർക്ക് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു വിഷ്വൽ കാണിച്ചു തരാനുമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർക്ക്